പ്ലാസ്റ്റിക് കവറിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഈ പ്ലാസ്റ്റിക് കവറിന് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറിന് പതുക്കെ നമ്മൾ ഇങ്ങനെ ഊരിയെടുക്കണം. എനിക്ക് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ 2 കൈ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണമുണ്ട്. അല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെ എടുക്കണം. ഇത് ആക്ച്വലി ഫ്രീസറിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് മെൽട്ടായി പോകും. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ പേപ്പറിലാണ് ഇത് കിട്ടുന്നത്. ഇത് അങ്ങനെ 2 സൈഡിലും പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിട്ട് ഇതിൽ നമ്മുടെ നമ്മുടെ ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ചിക്കനും പിന്നെ കുറച്ച് ക്യാരറ്റ് ആൻഡ് എഗ്, പനീർ, ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ് ഞാനിപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ എണ്ണയൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയത്. ഇത് ഫ്രീസറിലാണ് ആക്ച്വലി ഇത് വെക്കേണ്ടത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ, ഫ്രീസറിൽ വെച്ചില്ല. ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് ഫില്ലിങ്സ് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ 2 സൈഡിൽ നിന്ന് മടക്കിയെടുക്കാം. മടക്കി എടുക്കാം. ചിക്കൻ ഹൈ പ്രോട്ടീനുള്ള ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇതിൻ്റെ പണി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ചിക്കൻ റോൾ, പിന്നെ കുറച്ച് ഗ്രീൻ ദാലും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ കുറച്ച് കോക്കനട്ടൊക്കെ ഇട്ടിട്ട്. ഇത് വേവിച്ചിട്ടില്ല, വേവിക്കാണ്ട് ജസ്റ്റ് എടുത്തിട്ട് അതിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു പാലക്കിൻ്റെ ഒരു ജ്യൂസും. ഇതാണ് എൻ്റെ ഡിന്നർ.